ഹലോ ഗൈസ്, വെൽക്കം ടു ട്രാവൽ ടൈൽസ് വ്ലോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ആലപ്പുഴക്കാണ് കേട്ടോ. ആലപ്പുഴയിൽ നിന്നാണ് പിക്കപ്പ്. അത് നമ്മുടെ ഒരു വണ്ടിയുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന്. അപ്പോൾ ആ വണ്ടിക്ക് വേറെ ട്രിപ്പുള്ളതാണ്. ആ വണ്ടി പോയപ്പോൾ നമുക്ക് ഈ ഗസ്റ്റിൽ നിന്ന് അവിടെ നിന്ന് എടുത്തിട്ട് കൊച്ചി സൈറ്റ് സീൻ ഹൗസ് ബോട്ടാണ്. ഹൗസ് ബോട്ടിൽ നിന്ന് അവർ 9 മണിയൊക്കെ വരും. ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവരെ പിക്ക് ചെയ്യാനായിട്ട് ഹൗസ് ബോട്ടിൽ നിന്ന് എടുക്കാൻ നേരെ കൊച്ചി സൈറ്റ് സീൻ കൊടുത്തിട്ട് വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പാണ്. അങ്ങനെ ഞങ്ങളത് ആലപ്പുഴയിലെത്തി. പോകുന്ന വഴിക്ക് മഴയുണ്ടായിരുന്നുണ്ട് അത്യാവശ്യം. അങ്ങനത്തെ ആ ചാൻസ് പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ച് വരാമെന്ന് കരുതി ജസ്റ്റ് വരുമ്പോഴേക്കും. അപ്പോൾ ഇതാണ് സായി ഞാനോടെയാണ് എന്ന് ഞങ്ങളുടെ ഈ സുൽത്താൻ ബസ്സായിട്ട് വന്നേക്കുന്നത്. അങ്ങനെ ചായ കുടിക്കാനൊന്ന് സായിമോൻ പൊറോട്ടയും മുട്ട റോസ്റ്റും പറഞ്ഞു. ഞാനപ്പം മുട്ട റോസ്റ്റും. ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പാർക്കിങ്ങിലോട്ട് എത്തി. അപ്പോൾ ഇങ്ങനത്തെ ഗസ്റ്റിൻ്റെ വിളിയും വന്നു. അവർ ഹൗസ് ബോട്ട് എത്തിയിട്ടുണ്ട്, ദേ വരികയെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ലഗേജും കാര്യങ്ങളെല്ലാം കയറ്റി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ചോറ്റാനിക്കര അമ്പലത്തിലോട്ടാണ്. 12 മണിക്ക് അമ്പലത്തോടെ കഴിഞ്ഞുള്ള അവിടെ എത്തണം എന്ന് പറഞ്ഞാൽ പോകുന്നത്. അത്യാവശ്യം പോകുന്ന വഴിക്ക് ആലപ്പുഴ വഴിക്ക് നല്ല മഴയുണ്ട്, സാമാന്യമില്ലാത്ത ബ്ലോക്കുമുണ്ട്. അങ്ങനെ ഞങ്ങളിത് എല്ലാ ബ്ലോക്കും മഴയും താണ്ടി അമ്പലത്തിലെത്തി. ഇവിടെ എത്തിയിട്ട് നല്ല മഴ തന്നെയാണ്. അവരുടെ കയ്യിലാണെങ്കിൽ ഒരു 4 കുടയേ ഉള്ളൂ. അങ്ങനെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോരുത്തരായിട്ടൊക്കെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വന്ന്. ചോറ്റാനിക്കര അമ്പലം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് കടവന്ത്രയിലാണ്ട് ഇവർക്ക് ലഞ്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിത് ഫുഡ് കഴിക്കുന്ന സ്പോട്ടിലെത്തിയപ്പോൾ ഗസ്റ്റുകൾ ഓരോന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗസ്റ്റ് വന്നിട്ട് പറഞ്ഞിട്ട് സൂപ്പർ ബസ്സാണ്, ഒന്നും പറയാനില്ല. സൗണ്ട് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും ട്രാവലിംഗ് ആണെന്നുണ്ടെങ്കിൽ സീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം പക്കയാണ്, ഒന്നും പറയാനില്ല. അപ്പം നമുക്ക് അങ്ങനെയുള്ള നല്ല നല്ല റിവ്യൂസ് കേൾക്കുമ്പോൾ, നമ്മളെ പറ്റിയും നല്ല നല്ല റിവ്യൂസ് കേൾക്കുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇനിയുള്ള യാത്രകളിൽ അങ്ങനെ ഞങ്ങൾക്ക് കേൾക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അനുഗ്രഹം എല്ലാം ആണ് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നത് നമുക്ക് വേണം ഇതുപോലെ. അപ്പോൾ ഞങ്ങളിത് ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലോട്ട് കടന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫുഡ് ഡേയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏതൊരു ബസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വല്ലാറോടം പള്ളിയാണ്. ശരിക്കും ജൂ സ്ട്രീറ്റും വൈപ്പി ബീച്ചൊക്കെയാണ് പോകുന്നത്. ഈ മഴ കാരണം അതൊക്കെ ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് അപ്പോൾ നേരെ ഇനി വല്ലാറോടം പള്ളിയിലേക്കാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി അവർക്ക് ബോട്ടിംഗ് ആണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഡ്രോപ്പാണ്. അപ്പോൾ ഞങ്ങൾ വല്ലാറോടം പള്ളിയിലെത്തി, അവർ ഡ്രോപ്പ് ചെയ്ത്. അപ്പോൾ ഇവിടെ നിന്ന് പാർക്കിംഗ് ഇവർ അലോഡ് ചെയ്യുന്നില്ല, കാരണം വോളണ്ടിയേഴ്സ് പറഞ്ഞ് ഇവിടുത്തെ പ്രോഗ്രാം നടക്കണോണ്ട് ഇടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ബസ് കൊണ്ടുവന്നിട്ടത് അവിടെ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ പോകുന്ന എൻട്രൻസിൻ്റെ അവിടെ. അപ്പോൾ പോലീസ് ഓഫീസർ വന്നിട്ട് ഇവിടെ ഇടാൻ പറ്റില്ല, ബ്ലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു വിടാൻ പറ്റില്ല, കാരണം അവർ അപ്പുറത്തൊരു ഗ്രൗണ്ട് കാണിച്ചു തന്നെ അവിടെ കയറ്റാൻ പറ്റില്ല, അവിടെ ചെളിഞ്ഞ് കിടക്കുന്ന അങ്ങോട്ട് വണ്ടി കയറ്റാൻ പറ്റില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ നിങ്ങൾ മെയിൻ റോഡിൽ കൊണ്ട് ബസ് ഇട്ടോ, ഗസ്റ്റ് ഇറങ്ങി കഴിയുമ്പോൾ പിക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബസ് എടുത്തിട്ട് നേരെ മെയിൻ റോഡിലോട്ട് വരികയും അവിടെ കൊണ്ടുവന്ന് വണ്ടിയിട്ട് ഗസ്റ്റ് ഇറങ്ങിയ ടൈമായപ്പോഴാണ് നേരെ വന്നവരെ പിക്ക് ചെയ്ത്. എല്ലാവരോടും പള്ളി ഞങ്ങൾ നേരെ പോണത് ഇനി മറൈൻ ഡ്രൈവിൽ ഒരിക്കൽ ബോട്ടിംഗ് ആണ് അങ്ങോട്ട് പോകുന്നത്. ബോൾഗാട്ടിയൊക്കെ നല്ല കട്ട ബ്ലോക്കാണ്, നല്ല മഴ. ഞായറാഴ്ചയായിട്ടും ഒരു രക്ഷയില്ല ഇവിടെ. ഇന്ന് സ്കൂൾ തുറക്കാൻ പോകുന്നതിൻ്റെ തിരക്കും അതിൻ്റെ എല്ലാം കൂടി നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നേരെ അവരെ ബോട്ടിങ്ങിന് ഇറക്കിയിട്ട് അവിടെയും പാർക്കിംഗ് ഫുള്ളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഹൈക്കോർട്ടിൻ്റെ അവിടെ കൊണ്ടുവന്ന ബസ് ഇട്ട്. അപ്പോൾ സായി പറഞ്ഞാൽ അന്നേരം 2 അവക്കാട് അടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. നമ്മുടെ സ്ഥിരം സ്പോട്ടാണ് ഹൈക്കോർട്ടിൽ. ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്യൂട്ടിയുള്ളപ്പോഴും ഞങ്ങൾ പോയി അടിക്കുന്നത്. അതിന് ഞാൻ സായും കൂടി അവക്കാട് അടിക്കാനായിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. 2 അവക്കാടും പറഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് അത് അടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് പോകുന്നു. അപ്പോഴേക്കും ജസ്റ്റ് ഒരു 7-8 മണിയായപ്പോഴേക്കും വിളി വന്നു, ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിക്കുന്നുണ്ട്, ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പാണ്. അങ്ങനെ ഞങ്ങൾ അവരെ ഹൈക്കോർട്ടിലാണ് ഇറക്കി വിട്ടത്, ബ്ലോക്ക് കാരണം. തിരിച്ചതേ ഹൈക്കോർട്ടിൽ തന്നെ അവർ വന്ന് അവിടെ ഞങ്ങൾ അവരെ പിക്ക് ചെയ്തിട്ട് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്. നോർത്തിലാണ് അവർക്ക് ഡ്രോപ്പ്. അപ്പോൾ അത് ഒരു 8:30 മണിയായപ്പോൾ കൊണ്ടുവന്നവരെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഡ്രോപ്പ് ചെയ്ത് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഇല്ലത്തൊടിയിലാണ് നമ്മുടെ ബസ് ഇടുന്ന ഷെഡ്. അപ്പോൾ നേരെ ഇല്ലത്തൊടിക്ക് പോകണം. ഞങ്ങൾ ഇല്ലത്തൊടിയിൽ ഷെഡിലൊക്കെ എത്തി. മറ്റേ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നാളെ കുറച്ച് പണികളുണ്ട്, അപ്പോൾ നാളെ അതൊക്കെ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാൻ കരുതി. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഉൾഭാഗവും ലൈറ്റും സൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വൈപ്പിങ്കരയില എപ്പോഴേലും നമ്മൾ ട്രിപ്പ് എടുക്കും. 49 സീറ്റിന് ഓട്ടോ ഉണ്ടെന്ന് തന്നെ നമ്മളെ വിളിക്കുക, വണ്ടി ഫുൾ സെറ്റാണ്. അതുപോലെ നമുക്ക് ഇനിയൊരു സർപ്രൈസും കൂടിയാണ്, നമുക്ക് വേറൊരു കൊമ്പനും കൂടി വരുന്നുണ്ട്. അതും നമ്മൾ റിലീവ് ചെയ്യുന്നതാണ് 2 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും എല്ലാം നമുക്ക് വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ ലൈറ്റും വാക്കും സൗണ്ട്സ് എല്ലാം. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ കളിക്കൂട്ടുകാരനും എല്ലാമായ
പോളിനൊക്കെ ഉണ്ട്, ഞങ്ങൾ പോളേട്ടാന്ന് വിളിക്കും, പോളാശനെന്ന് വിളിക്കും, എല്ലാം വിളിക്കും. അപ്പോൾ ഇവൻ കാരണോടെ ഞാൻ കണ്ടെയ്നറിലോട് സ്റ്റക്കായതും എല്ലാം. കാരണം എനിക്ക് ചെറുപ്പം മുതലേ ബസ് കിടന്ന് താല്പര്യമൊന്നും അവനറിയാം. എന്നാലും ഇവൻ്റെ കൂടെ ഞാൻ എവിടെയും പോകും, നമുക്കൊരു ധൈര്യമാണ്. ഇവൻ ഞാനിവിടെയാണ് പോണത് എല്ലായിടത്തും കണ്ടെയ്നറിൽ. ഇവൻ കാരണം ഞാനും ഇതിനകത്തേക്ക് നിന്ന് കുറച്ച് നേരം ഞങ്ങൾ അവിടെ സംസാരിച്ചൊക്കെ ഇന്ന്. ഇനി അവന് കോഴിക്കോട് വെളുപ്പിന് അവിടെ എത്തണം, 2 വണ്ടിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് അവിടെ എത്തണമെന്ന് പറഞ്ഞ് ആൾ നേരെ വിടണേന്. അപ്പോൾ ഞാനും വീട്ടിലോട്ട് അവനൊരു ബൈ ബൈയും പറഞ്ഞ് ഞാനും വീട് പിടിക്കണേന്. അപ്പോൾ അടുത്ത യാത്രാവിശേഷങ്ങളും വ്ളോഗൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത യാത്രയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.